എങ്കിൽ പിന്നെ സമയം കളയാൻ തുടങ്ങാം അല്ലേ സാർ? തുടങ്ങാം, ഞാൻ റെഡി. അവരോടെല്ലാം പറ ഞാൻ വരുന്നുണ്ടെന്ന്. എന്റെ ഉടവാളും എന്റെ KGF-ഉം വീണ്ടെടുക്കാൻ. നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇന്നല്ല, ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചേ തീരും. ഒടുവിലാ ദിവസം വന്നെത്തി. He's coming back. പരിശ്രമം ചെയ്യുവിൽ എന്തിനേയും കരസ്ഥമാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകി മനുഷ്യനെ പാരിലേക്ക് അയച്ചത് ഈശ്വരൻ. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. നിന്നോട് ഞാൻ പറഞ്ഞല്ല പണി ചെറുതാക്കണ്ടെന്ന്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ കൊല്ലാൻ പറ്റില്ലല്ലോ. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്തെന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. ഓരോരുത്തർക്കും ഓരോരോ ഹോബികളുണ്ടല്ലോ. ഇതാ അങ്ങേരുടെ ഹോബി. ഒന്നുകിൽ ഞാൻ വിജയിയാകും, അല്ലെങ്കിൽ കണക്കൂട്ട് വെച്ച് അയാൾ ഇനി തിരിച്ചു വരില്ല. അങ്ങനെ മുതലേ ഒന്ന് കാണാനും പറ്റി. അവനൊന്ന് കാണാൻ തന്നെ തമ്പരാ ഞാൻ വന്ന് വൈകണ്ട. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ പൊട്ടിങ് നടക്കും. നിനക്ക് ടെൻഷൻ ഇല്ല, എനിക്കുണ്ട്. എന്റെ പാതി ഇങ്ങനെയാണ്, ഇങ്ങനെയാണെങ്കിൽ 3, ഇങ്ങനെയാണെങ്കിൽ 0. ആ പഴയ തീയൊന്നുമില്ല. ഇനി ഞാൻ നോക്കിക്കോളാം. ഇനി രാവണന്റെ വരവാണ്. കബാലി അബ്ദിയെ തിരുമ്പി വന്നിട്ടാൻ ചൊല്ല്. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ശുഭം. മിസ്റ്റർ മക്തായി, ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു. നീ എങ്ങനെ കാണുന്നു? അയ്യേ, ഒരു സസ്പെൻസായി നിൽക്കട്ടെ, എന്നാലല്ലേ കാണുമ്പോ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. നന്നായി മോനെ ഒന്നും ചെയ്യാഞ്ഞത്. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കും. 1 2 ആവുക, 2 3 ആവും, 3 4 ആവും, 5 6 7. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. അവനൊരു സിഗ്നൽ തന്നിട്ടുണ്ട്, വലിയൊരു സിഗ്നൽ. Ever tried, ever failed, no matter. Try again, fail again. ഒന്നും മിണ്ടായിരിക്കുന്നത്. അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നു.